അയ്യോ ഇത് ചേച്ചിയുടെ പരീക്ഷ പേപ്പർ അല്ലേ? 5 മാർക്കോ? അയ്യോ ചേച്ചി ഇതാ പരീക്ഷ പേപ്പർ. 50-ൽ 5 മാർക്കുള്ളൂ. നാളെ ചെറുക്കണക്ക് 50-ൽ 5 മാർക്കൊക്കെ മേടിച്ചു തരാന് ഞാൻ അമ്മനോടൊന്ന് പറഞ്ഞു കൊടുക്കട്ടെ കേട്ടോ. എന്നിട്ട് എന്തിനാ എന്നെ കാണിക്കാൻ വരുന്നത്? ഞാൻ സൈൻ ചെയ്ത് തരാനാണോ? തന്നെ ഞാനൊന്ന് നോക്കട്ടെ. എന്തെന്നാ എഴുതിക്കണേ? നമ്മുടെ ദേശീയ പക്ഷി താറാവോ? അതുപോലും അറിയില്ല പൊട്ടാ നിനക്ക്? അമ്മ കണ്ട വായിക്ക് പറയുന്നത് പേടിച്ചിട്ട് എന്നെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കാൻ വന്നതല്ലേ? ചേച്ചി അധികം ഓവറായിട്ട് കളിയാക്കണ്ട. ചേച്ചിയുടെ പേപ്പർ തന്നെയാണ്. അയിട്ടേ നെയ്മൊന്ന് വായിച്ചു കിട്ടാ. ദേശീയ പക്ഷി എന്താണെന്നും കൂടി അറിയില്ല പൊട്ടത്തി. എന്തെല്ലായിരുന്നു അവളെ ഡയലോഗ്? ഇപ്പൊ എന്റെ ഡയലോഗ് ഒന്നും വരുന്നില്ലേ? നീ ഇന്ന് സ്കൂളിൽ കൊണ്ടുപോയത് എന്റെ ബാഗാ, അതെന്നാ ഈ പേപ്പർ കിട്ടിയേ? എന്ന് ബാഗ് മാറിപ്പോയിന്ന്. അതുകൊണ്ട് എന്തായാലും നിന്റെ മാർക്ക് കാണാൻ പറ്റി. വലിയ പഠിപ്പിസ്റ്റ് വന്നിരിക്കുന്നു. നമ്മുടെ ദേശീയ പക്ഷി താറാവാന്ന് എഴുതിച്ചിട്ട് ഈ എന്നെ പഠിപ്പിക്കാനായിരുന്നു. ആദ്യം നീ പോയി ഒന്ന് വേഗം പഠിച്ചിട്ട് വാ, എന്നിട്ട് എന്നെ പഠിപ്പിക്കട്ടാ. അമ്മേ ഒന്നിങ്ങ് വന്നേ, അമ്മന്റെ പുന്നാര മോളെ വർത്താനൊന്ന് കേക്ക്. എടാ അപ്പു വേണ്ടടാ. എന്തൊക്കെ നീ നേരത്തെ പറഞ്ഞിരുന്നത്? എന്റെ പേപ്പർ ആണെങ്കിൽ അമ്മനോട് പറഞ്ഞെടുക്കുന്നില്ലേ? കാണട്ടെ പറഞ്ഞെടുക്കണത്. എന്താടാ ഒരു ജോലി ചെയ്യാനേക്കാതെ എങ്ങനെ വിളിച്ചു കൂവണ്? അമ്മന്റെ പുന്നാര മോളെ മാർക്കൊന്ന് കാണ് പരീക്ഷ പേപ്പറിന്റെ. തന്നെ നോക്കട്ടെ. ഇതെന്താടി ഇത്? 50-ൽ 5 മാർക്കോ? നിന്നെ എന്തിനാടി ഞാൻ ഈ പഠിക്കാൻ വിടുന്നത് കാശ് കൊടുത്തിട്ട്? ഈ 50-ൽ 5 മാർക്ക് മേടിച്ചു തരാനാ നിന്നെ പൈസ കൊടുത്ത് പഠിപ്പിക്കണേ? എന്തായാലും ചേച്ചിക്കൊന്ന് പള്ളർച്ച കിട്ടും. ഇങ്ങോട്ട് വാടി, അവിടുന്ന് എന്നെ പഠിപ്പിക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങോട്ട് പോര്. ആഹാ ഇപ്പഴൊരു സമാധാനമായത്. ഡാ നിനക്ക് പഠിക്കാനൊന്നുമില്ലേ? ചേച്ചിക്ക് അടി മേടിച്ചെടുത്തിട്ട്? പാവം ചേച്ചി, അമ്മ നല്ലോണം കൊടുക്കുന്നുണ്ട്. ഓ ഞാൻ പഠിക്കുന്നതാണ്. ഞാൻ അങ്ങോട്ട് പഠിച്ചൂടെ? എന്താണ് കുറക്ക വായിക്കാനൊന്നും വയ്ക്കൂലേ? ആപ്പിൾ. ബി പന്ത്. അങ്ങനെയാണോ അവിടെ വായിക്കുക? ബി എന്ന് പറഞ്ഞിട്ട് BALL ബാൾ. അങ്ങനെ വായിച്ച് പഠിക്കണം. CAT കാട്ടുപൂച്ച. CAT കാറ്റ്. അങ്ങനെ വായിക്കുക. നിനക്കൊക്കെ പറഞ്ഞു തരുന്ന നേരമുണ്ടല്ലോ, വേറെ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുക. എന്നിട്ടാവും മറ്റുള്ളവർക്ക് എണ്ണീന്ന് ഓനിക്കൊക്കെ അറിയണ പോലെ. DD ഡോഗ്. അത് DD എന്നല്ല, അത് ക്യാപിറ്റൽ ലെറ്റർ ഡിയും സ്മാൾ ലെറ്റർ ഡിയുമാണ്. ഡി പറഞ്ഞിട്ട് DOG ഡോഗ് അങ്ങനെ പറയേണ്ടത്. ELEPHANT ആന. ഇംഗ്ലീഷിൽ അക്ഷരങ്ങൾ വായിച്ചിട്ട് പിന്നെ എന്തിനാ മലയാളം പറയണത്? അപ്പം ഇംഗ്ലീഷിലല്ലേ പറയാം എലിഫന്റ്. നീ ഇംഗ്ലീഷ് പഠിച്ചാൽ മതി, മലയാളം പഠിച്ചേ. നമുക്ക് ഇംഗ്ലീഷും അറിയില്ല മലയാളവും അറിയില്ല. ആ അമ്മ, ആ ആട്ടുംകുട്ടി, ഈ ഇല, ഈ ഈച്ച. ഇത് പഠിച്ചോനെ എനിക്ക് മലയാളം അറിയില്ലേ? ആ ആട് എന്ന് പറയട പൊട്ട. ഈ ഇല, ഈ ഈച്ച അങ്ങനെ പറയണ്ട്. ഉമ്മാൻ്റെ കുട്ടിയെ ബുക്കൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടേ പോയിരുന്ന് കളിച്ചാ അനക്ക് അവള് നടക്കുക. അനക്കൊന്നും പഠിച്ചിട്ട് പറഞ്ഞിട്ടില്ല. എന്നെ പഠിപ്പിച്ചാലേ എൻ്റെ അന്തം കൂടിയും പോവും. എന്നോട് അവളെ കളി.